പുഴകളുടെ കുത്തൊഴുക്കിനെ തടസ്സപ്പെടുത്തി ജലനഷ്ടം ഒഴിവാക്കുന്നതിൽ പ്രധാനപ്പെട്ടതാണ് പുഴയിലെ മണൽത്തരികൾ. മണൽവാരൽ വർദ്ധിക്കുകയും പുഴക്കരികിലെ പാടങ്ങൾ മണ്ണിട്ട് നികത്തി ഭൂരിഭാഗമിടങ്ങളിലും കെട്ടിടങ്ങൾ പണിയുകയും ചെയ്തതോടെയാണ് പല പുഴകളും വറ്റി വരണ്ടത്. പുഴയുടെ കുത്തൊഴുക്ക് തടയുന്നതിന് പ്രകൃതി നിർമ്മിച്ച തടയണകളാണ് മണൽത്തരികൾ. പുഴയിലൂടെ ഒഴുകുന്ന വെള്ളം വേഗത്തിൽ കടലിലെത്തുന്നത് തടയുന്നതിൽ മണൽത്തരികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. മണൽവാരൽ വ്യാപകമായതോടെ ഒഴുക്കിന്റെ വേഗത വർദ്ധിച്ച് വെള്ളം എളുപ്പത്തിൽ കടലിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നിപ്പം പുഴ ഒരു വളരെ PVC പൈപ്പ് പോലെ മണലില്ലാതെ ഇരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് മേലെ വീഴുന്ന വെള്ളം പെട്ടെന്ന് ഒഴുകി കടലിലേക്ക് ഒഴുകിപ്പോവുകയാണ്. ആ ഒഴുകിപ്പോകുന്നതിനെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ കൂടുതൽ കാലം പുഴയിൽ വെള്ളം ഉണ്ടാകും. പുഴകളുടെ സമീപത്തെ നീർത്തടങ്ങളിൽ മഴക്കുഴികൾ പരമാവധി നിർമ്മിക്കുകയും ഉറവകൾ സംരക്ഷിക്കുകയും ചെയ്താൽ പുഴകളെ ജലസമൃദ്ധമാക്കി നിലനിർത്താനാകുമെന്നും ഭൂഗർഭ ശാസ്ത്രജ്ഞർ പറയുന്നു. പെയ്യുന്ന മഴവെള്ളം ഒഴുകി നഷ്ടപ്പെട്ടു പോകാതെ മണ്ണിലിറക്കാനായിട്ടുള്ള ഒരുപാട് തരം പല മെത്തേഡുകളുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡുകളാണ്. ഒന്ന് മഴക്കുഴികൾ കുഴിക്കുക, പിന്നെ ചെക്ക് ഡാമുകൾ കെട്ടുക, അതേപോലെ തന്നെ റീചാർജിങ് ബോർവെല്ലുകൾ. എല്ലാ ബോർവെല്ലും നമുക്ക് റീചാർജ് ചെയ്യാവുന്ന ബോർവെല്ലാക്കി മാറ്റാൻ പറ്റും. പുഴയ്ക്ക് സമീപത്തെ പാടങ്ങൾ വെള്ളപ്പൊക്കത്തിന്റെ നാശങ്ങളിൽ നിന്ന് സംരക്ഷണമൊരുക്കുന്നവയായിരുന്നു. ഒപ്പം വെള്ളം മണ്ണിൽ തന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. പാടങ്ങൾ കോൺക്രീറ്റ് കെട്ടിടങ്ങളായി അനുദിനം മാറിയതോടെ പുഴകളും ഓരോന്നായി ഓർമ്മയാവുകയാണ്. കേരളത്തിലെ പുഴകളെക്കുറിച്ച് പഠിച്ച വിവിധ സമിതികൾ 2025ഓടെ കേരളം കടുത്ത ശുദ്ധജലക്ഷാമത്തിലേക്ക് മാറുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മീഡിയ 1 കോഴിക്കോട്.